Dear students, ഇന്നത്തെ subject chemistry. Chemistry third chapter, electrochemistry. Equilibrium constant from Nernst equation. As the cell reaction progresses, the concentrations of solutions at either half cell keep on changing and hence electrode potentials also change as reaction progresses. ഒരു സെൽ റിയാക്ഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിൽ മാറ്റം വരും. ഫൈനലി ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് സെയിം ആകുന്ന ഒരു സ്റ്റേജ് എത്തും. ആ സമയത്ത് കറണ്ട് സ്റ്റോപ്പ് ആവും. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. EMF ഓഫ് സെൽ ബിക്കംസ് 0. അപ്പോഴാണ് ആ സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് എപ്പോഴാണ് പറയുക? സെൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻസ് ഓഫ് സൊല്യൂഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകും. ആ സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. അപ്പോഴാണ് സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. For example, in the case of Daniell cell at equilibrium, E cell equal to 0. Daniell cell in the case of equilibrium, E cell equal to 0. So, Nernst equation can be written as E cell equal to, Nernst equation we studied, and the E cell equal to E0 cell minus 0.059 by 2 log concentration of Zn2 plus by concentration of Cu2 plus. E cell equal to E0 cell minus 0.059 by 2 log concentration of Zn2 plus by Cu2 plus. Concentration of Cu2 plus. Equilibrium E cell 0 ആയിരിക്കും. അപ്പോൾ എന്താവും? 0 equal to E0 cell minus 0.059 by 2 log concentration of Zn2 plus by Cu2 plus. Concentration of Cu2 plus. Concentration of Zn2 plus by concentration of Cu2 plus. അതിന് പകരം നമ്മൾ Kc സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E0 സെൽ ഈക്വൽ ടു ഇവിടെ 0 ആയില്ലേ? അപ്പോൾ E0 സെൽ ഈക്വൽ ടു ഇവിടേക്ക് എടുക്കുക. ഫുള്ള് ഇക്വേഷൻ ഇവിടേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? 0.059 by 2 log Kc. ഓക്കെ, ഇക്വേഷൻ എന്താണ്? E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 by 2 log ഇതിന് പകരം Kc. E സെല്ലിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0 ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 by 2 log Kc. ഇതിൽ നിന്ന് E0 സെല്ല് കണ്ടുപിടിക്കാനായിട്ട് ഈ നെഗറ്റീവ് ഇവിടേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. E0 സെൽ ഈക്വൽ ടു 0.059 by 2 log Kc. കിട്ടിയില്ലേ? ഇതിൽ നിന്ന് log Kc കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടേക്ക് കൊണ്ടുവരാം. E0 സെൽ ഇൻറ്റു 2 by 0.059. E0 സെല്ല് ഡാനിയൽ സെല്ലിൽ E0 സെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1.1 വോൾട്ട്. അപ്പോൾ 1.1 വോൾട്ട് ഇൻറ്റു 2 ബൈ 0.059 ഈക്വൽ ടു ലോഗ് കെ സി. ലോഗ് കെ സി എന്ന് പറയുന്നത് 1.1 ഇൻറ്റു 2 ബൈ 0.059 എന്ന് കിട്ടും. ഫോർ ഡാനിയൽ സെൽ E0 സെൽ ഈക്വൽ ടു 1.1 വോൾട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് കെ സി ഈക്വൽ ടു 1.1 into 2 by 0.059 ചെയ്തു വരുമ്പോൾ log Kc എന്ന് പറയുന്നത് 37.28 എന്ന് കിട്ടും. Kc equal to 2 into 10 raised to 37 at 298 Kelvin. In general, E0 cell equal to 2.303 RT by N of log Kc. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E0 cell equal to 2.303 RT by N of log Kc. Gibbs energy and cell potential. While a galvanic cell operates, the electrical work done by the cell leads to the corresponding decrease in Gibbs free energy of the system. Galvanic cell operate ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് നടക്കും. ഇലക്ട്രിക്കൽ വർക്ക് നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഗിബ്സ് ഫ്രീ എനർജിയിൽ ഡിക്രീസ് ഉണ്ടാവും, കുറവുണ്ടാവും. The Gibbs energy change delta G of the reaction in the cell is given by delta G equal to negative N into F into E cell. In the standard states, standard Gibbs energy change is given by delta G0 equal to negative N F E0 cell. ഇപ്പോൾ എന്താ പറഞ്ഞത്? ഗാൽവാനിക് സെൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് നടക്കും. ഇലക്ട്രിക്കൽ വർക്ക് നടക്കുമ്പോൾ ഗിബ്സ് ഫ്രീ എനർജിയിൽ ഡിക്രീസ് ഉണ്ടാവും.
ഇപ്പോൾ ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് എൻ ഇൻറ്റു എഫ് ഇൻറ്റു ഇ സെൽ ആയിരിക്കും. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് നമ്മൾ പറയണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ഈക്വൽ ടു നെഗറ്റീവ് എൻ എഫ് ഇ സീറോ സെൽ. Substituting for E zero cell from the above equation we get E zero cellന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു നെഗറ്റീവ് 2.303 RT log KC. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണിത്. ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് 2.303 RT log KC. By knowing the standard cell potential, standard Gibbs energy change can be calculated, which in turn is helpful in calculating equilibrium constant of cell reaction. Standard cell potential അറിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് 2.303 RT log KC. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞത്? ഗാൽവാനിക് സെല്ല് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് നടക്കും. ഇലക്ട്രിക്കൽ വർക്ക് നടക്കുമ്പോൾ ഗിബ്സ് ഫ്രീ എനർജിയിൽ ഡിക്രീസ് ഉണ്ടാവും. ഇപ്പോൾ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് എൻ എഫ് ഇ സെല്ലാണ്. എൻ ഇൻറ്റു എഫ് ഇൻറ്റു ഇ സെല്ലാണ്. അതായത് ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ നെഗറ്റീവ് സൈൻ ഷോ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് എൻ ഇൻറ്റു എഫ് ഇൻറ്റു ഇ സീറോ സെൽ. അപ്പോൾ ഇ സീറോ സെല്ലിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് 2.303 RT log KC എന്ന് കിട്ടും. ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ ഒക്കേഴ്സ് ത്രൂ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇതിൽ കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് അയോൺസ്. അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇതിൽ കണ്ടക്ഷൻ നടക്കുന്നത്. മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ടേക്സ് പ്ലേസ് വിതൗട്ട് എനി കെമിക്കൽ ചേഞ്ച്. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ടേക്സ് പ്ലേസ് വിതൗട്ട് എനി കെമിക്കൽ ചേഞ്ച്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിലാണെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് അക്കമ്പനീഡ് ബൈ കെമിക്കൽ ഡീകമ്പോസിഷൻ. ഇപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ടേക്സ് പ്ലേസ് വിതൗട്ട് എനി കെമിക്കൽ ചേഞ്ച്. ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവില്ല, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി നടക്കും. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് അക്കമ്പനീഡ് ബൈ കെമിക്കൽ ഡീകമ്പോസിഷൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യും, കുറയും. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ കൂടും. കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഈസ് ജനറലി ഹൈ. മെറ്റാലിക് കണ്ടക്ടേഴ്സും അല്ലേ, അപ്പോൾ അതിൽ മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആയിരിക്കും. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് അതിലോ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ജനറലി ലോ. മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ നോ മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ്. മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ നോ മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ്. മാസ് ട്രാൻസ്ഫർ നടക്കില്ല മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ. മാസ് ട്രാൻസ്ഫർ നടക്കും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ. മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷന് കാരണം ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷന് കാരണം മൂവ്മെന്റ് ഓഫ് അയോൺസ് ആണ്.